നമസ്കാരം. മീഡിയ ന്യൂസ് മലയാളത്തിലേക്ക് സ്വാഗതം. സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെതിരെ DYFI തുടങ്ങിവെച്ച സമരത്തിന് നേരെയുള്ള വെടിവയ്പ്പിലാണല്ലോ പുഷ്പൻ ഉൾപ്പെടെ 5 രക്തസാക്ഷികൾ സൃഷ്ടിക്കപ്പെട്ടത്. സ്വാശ്രയ വിദ്യാഭ്യാസ കച്ചവടം, പരിയാരം മെഡിക്കൽ കോളേജ്, കണ്ണൂർ ജില്ലാ സഹകരണ ബാങ്ക് കോഴ നിയമനം തുടങ്ങിയവ ചൂണ്ടിക്കാട്ടി നടന്ന DYFIയുടെ സമരമെന്നാണ് ആ സമരത്തെ CPM വാഴ്ത്തുന്നത്. കാര്യം ശരിയാണ്. 1994 നവംബർ 25 കൂത്തുപറമ്പ് സഹകരണ ബാങ്കിൻ്റെ സഹായനശാലയുടെ ഉദ്ഘാടനത്തിന് അന്നത്തെ സഹകരണ വകുപ്പ് മന്ത്രി MV രാഘവനെയാണ് ക്ഷണിച്ചിരുന്നത്. 25 രാവിലെയുള്ള മലബാർ എക്സ്പ്രസ്സിൽ MV രാഘവൻ കണ്ണൂരിലെത്തി. അന്ന് പിരിഞ്ഞു പോകാതിരുന്ന സമരക്കാർക്കെതിരെ പോലീസ് വെടിവെച്ചു. യഥാർത്ഥത്തിൽ ബദൽ രേഖ അവതരിപ്പിച്ചതിന് പാർട്ടിയുടെ വർഗശത്രുവായി മാറിക്കഴിഞ്ഞ MVRനെതിരെയായിരുന്നു സമരം. സ്വാശ്രയ കോളേജ് പാർട്ടി അണികളെ ആവേശം കൊള്ളിക്കുവാൻ എടുത്ത ദാർശനിക അടമായിരുന്നുവെന്ന് പിന്നീട് തെളിഞ്ഞു. പരിയാരത്തെ മുൻ TB സാനിറ്റോറിയത്തിൽ നിന്ന് സർക്കാരിലേക്ക് ലഭിച്ച സ്ഥലത്ത് അന്നത്തെ CPMൻ്റെ വർഗശത്രു MV രാഘവനും സംഘവും സ്വകാര്യ മെഡിക്കൽ കോളേജ് സ്ഥാപിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് CPMും DYFIയും സമരരംഗത്തിറങ്ങിയത്. ശക്തമായ സമരമാണ് CPMും ബഹുജന സംഘടനകളും അന്ന് കേരളത്തിൽ ഇതേക്കുറിച്ച് നടത്തിയത്. സ്വാശ്രയ കോളേജിനെതിരെ സമരം ചെയ്ത CPM മെഡിക്കൽ കോളേജിൻ്റെ ഭരണത്തിലെത്തുകയും പഴയ നിയമത്തിൽ കൈവയ്ക്കാതെ സ്വാശ്രയ ഫീസിൽ തന്നെ പ്രവേശനം നടത്തിയെന്നുള്ളത് മറ്റൊരു വിരോധാഭാസമാണ്. 2019 മാത്രമാണ് സ്ഥാപനം സർക്കാർ ഏറ്റെടുത്തത്. അതുവരെ സ്വാശ്രയ കോളേജായി തന്നെ പരിയാരം മെഡിക്കൽ കോളേജ് തുടർന്നു. വെടിവയ്പ്പിൽ DFI പ്രവർത്തകരായ KK രാജീവൻ, മധു, ഷിബുലാൽ, ബാബു റോഷൻ എന്നിവർ കൊല്ലപ്പെട്ടു. പുഷ്പനടക്കം 6ഓളം പ്രവർത്തകർ ഗുരുതരമായി പരിക്കേറ്റു. എന്തിനായിരുന്നു CPM ആശയ വ്യക്തതയില്ലാതെ ഈ സമരം നടത്തിയതെന്ന് ഇന്നും ചോദിച്ചാൽ ന്യായീകരണ തൊഴിലാളികൾക്ക് വായിൽ തെറിയല്ലാതെ വേറൊന്നും വരില്ല. സ്വാശ്രയ കോളേജിനെതിരെ DYFI സമരം നടത്തുന്നത് 94 കാലയളവിൽ. പിന്നീട് 4 വർഷം കഴിഞ്ഞപ്പോൾ സ്വാശ്രയ കോളേജുകളുടെ ചാകരയാണ് കേരളത്തിൽ മാറി മാറി വന്ന ഭരണസംവിധാനത്തിലൂടെ കൊഴുപ്പിച്ചെടുത്തത്. എല്ലാം കോഴയ്ക്ക് വേണ്ടി. പുഷ്പനെപ്പോലുള്ളവർക്കോ ന്യായീകരണ തൊഴിലാളികൾക്കോ യാതൊന്നും കിട്ടിയില്ല. എല്ലാം കവർന്നെടുത്തത് ചോട്ടായും വലുതുമായ നേതാക്കൾ. 1998 കൊച്ചിയിലെ പൊന്നാക്കരയിൽ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട്, 2002 മലങ്കര ഓർത്തഡോക്സ് സിറിയൻ ചർച്ച് മെഡിക്കൽ കോളേജ്, കോലഞ്ചേരിയിൽ ആ വർഷം തന്നെ പുഷ്പഗിരിയിലും കാരക്കോണത്തും ക്രിസ്തീയ മെഡിക്കൽ കോളേജുകൾ, 2003 അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, അമല നഗർ തൃശ്ശൂരിൽ തുടങ്ങി. അതേ ജില്ലയിൽ തന്നെ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നെല്ലിക്കുന്നത്തിൽ ആരംഭിച്ചു. 2004 മലപ്പുറത്ത് MES മെഡിക്കൽ കോളേജ് പെരിന്തൽമണ്ണയിൽ തുടങ്ങി. അതേ വർഷം ശ്രീ ഗോകുലം മെഡിക്കൽ കോളേജ് വെഞ്ഞാറമൂട്ടിൽ ആരംഭിച്ചു. 2006 കണ്ണൂരിലും വട്ടപ്പാറയിലും കൊല്ലത്തും. 2010 മലബാർ മെഡിക്കൽ കോളേജ്, ഉള്ളിയേരി കോഴിക്കോട്ട് മെഡിക്കൽ കോളേജ് തുടങ്ങി. ലിസ്റ്റ് നീളും. 2016 ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് കുറ്റപ്പുഴയിൽ, തിരുവല്ലയിൽ തുടങ്ങി. ഇതെല്ലാം മെഡിക്കൽ കോളേജുകളാണ്. സർക്കാർ മേഖലയിൽ 6 ദന്തൽ കോളേജുകളുള്ളപ്പോൾ സ്വകാര്യ മേഖലയിൽ 21 ദന്തൽ കോളേജാണുള്ളത്. പുഷ്പൻ വെടിയേറ്റ 30 വർഷം ഒരേ കിടപ്പിൽ കിടന്നുവെങ്കിൽ സർക്കാർ വാരിക്കോരി സ്വാശ്രയ മേഖലയിൽ കൊടുത്തത് മൊത്തത്തിൽ 42 സ്വാശ്രയ കോളേജുകൾ. എല്ലാത്തിനും കേന്ദ്ര അനുമതി വാങ്ങി, അത് വേറെ കാര്യം. ഇത് പുഷ്പനും കൂടെയുള്ളവരും രക്തസാക്ഷികളും അവരുടെ കുടുംബങ്ങളെയും ഒരു ഉളുപ്പുമില്ലാതെ ചതുക്കുകയല്ലേ പാർട്ടി ചെയ്തത്. എന്നിട്ടും യാതൊരു തൊട്ടും കിട്ടിയില്ലെങ്കിലും ന്യായീകരണ തൊഴിലാളികൾ ഈ പാർട്ടിയെ കുഴിച്ച് മൂടിയിട്ടേ പോകൂ. കോൺഗ്രസ്സുകാരെയും BJPക്കാരെയും ഞങ്ങൾ കുറ്റം പറയുന്നില്ല. കാരണം അവർ ഏതാണ്ട് മുതലാളിത്ത രാജ്യം വിഭാവന ചെയ്യുന്നവരാണ്. അതുപോലല്ലോ നാഴികയ്ക്ക് 40 വട്ടം തൊഴിലാളി വർഗം എന്ന് പറഞ്ഞ് നാട്ടുകാരെ പറ്റിച്ച് തിന്നുന്ന CPM. എന്തുമാത്രം സഹകരണ സംഘങ്ങളാണ് പാവപ്പെട്ടവരുടെ കാശ് സഹാക്കളെ വെട്ടിച്ചെടുത്തത്? എന്തെങ്കിലും അന്വേഷണം നടക്കുന്നുണ്ടോ? ഇനി ഈ സ്വാശ്രയ കോളേജുകളിൽ സാധാരണക്കാരൻ്റെ മക്കൾക്ക് പഠിക്കുവാൻ കഴിയുന്ന ഫീസ് ഫോർമുലയാണോ ഉള്ളത്? പാർട്ടിക്ക് പൗരപ്രമുഖർ മതി. ന്യായീകരണ തൊഴിലാളികൾ എന്ത് പറഞ്ഞാലും ഈ പാർട്ടി കട്ട് മുടിക്കുക തന്നെ ചെയ്യും.